ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്ക ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ചക്ക ഹൽവ എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കിന്ന് ചക്ക ഹൽവ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 2 മണിക്കൂർ, മൊത്തം 2 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചക്ക ഹൽവ ഉണ്ടാക്കാം. അതിനായിട്ട് വലിയൊരു ചക്ക എടുത്തു. അതിൻ്റെ ചക്കക്കുരുവും ചകണിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് ഇതേപോലെ അരിഞ്ഞെടുത്ത് ഈ ചക്ക നമ്മൾ ഇനി ചെയ്യേണ്ടത് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമ്മുടെ ചക്ക അരിഞ്ഞെടുത്തത് എടുത്തിട്ടിട്ട് പേസ്റ്റ് ആക്കിയിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഇതേ കൺസിസ്റ്റൻസിയിലുള്ള പേസ്റ്റാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ചക്ക ഹൽവ ഉണ്ടാക്കുന്നതിനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇനി ശർക്കര പാനിയാണ്. ശർക്കര എന്ന് വെച്ചാൽ 1 കിലോ ശർക്കരയ്ക്ക് ഒരു 2 വലിയ കപ്പ് വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം അത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ തിളച്ചതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു പാട പൊങ്ങി വരും. ഈ പാട എങ്ങെടുത്ത് മാറ്റിയേക്കണം. ഇത് അഴുക്കാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് കളയാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗോതമ്പ് പാലാണ്. അതിനായിട്ട് ഒരു ഉരുള ഗോതമ്പ് എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ആ കുഴകുഴാന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നമുക്ക് എത്ര കുഴച്ചാലും അതങ്ങോട്ട് ലയിക്കാതെ കിടക്കുന്ന ആ ഒരു ഭാഗം എടുത്ത് അങ്ങ് കളഞ്ഞേക്കുക. ബാക്കി ഭാഗമാണ് നമ്മുടെ ഗോതമ്പ് പാൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഹൽവയ്ക്കകത്ത് ഒഴിക്കാമെങ്കിലും തേങ്ങയൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഗോതമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ഗോതമ്പ് പാൽ അങ്ങോട്ട് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തരികളൊക്കെ അങ്ങോട്ട് പോകും. ഇനി നമുക്ക് ഹൽവ പ്രിപ്പയർ ചെയ്യാനുള്ള ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചു. അടുപ്പ് കത്തിച്ചു. വലിയ പാത്രം വേണം. ഒരു ഫുള്ള് ചക്ക എടുത്തത് കൊണ്ട് വലിയ പാത്രം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഉരുളി ചൂടായിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നെയ്യ് അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷെ നെയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് നമ്മൾ ചക്ക പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ നെയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒന്നിളക്കിയതിന് ശേഷം നമുക്ക് ഗോതമ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, ഗോതമ്പ് പാൽ ഒഴിക്കുകയാണ്. അപ്പം ഗോതമ്പ് പാൽ ഒഴിച്ചിട്ട് നമ്മൾ എന്തിട്ടാലും നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കാമെന്ന്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരപ്പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് ഒരു അരിപ്പയുടെ സഹായം എന്തായാലും വേണ്ടി വരും. കാരണം ഈ ശർക്കരയ്ക്കകത്ത് കുറച്ച് തരിയൊക്കെ കാണും. അതൊന്നും നമ്മളുടെ ഹൽവയ്ക്കകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഇത് എത്തില്ല. ഓക്കെ, ഇതിനിടയ്ക്കിടയ്ക്ക് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റൊക്കെ കൂടും. നെയ്യ് ഇഷ്ടമല്ലാത്തവരത് ഒഴിക്കണ്ട. നന്നായിട്ട് തീ കൊടുക്കുക. നമ്മൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഗ്യാസിലാണെങ്കിൽ 2 മണിക്കൂറത്തെ ഗ്യാസ് വേസ്റ്റൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ അടുപ്പിൽ വെച്ചത്. നിങ്ങൾക്ക് ഗ്യാസ് ആണ് പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൽ തന്നെ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനിയും നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമ്മുടെ ഇതിൻ്റെ കണ്ടൻസ് അങ്ങ്, അതായത് എനിക്ക് ഈ ചക്ക അങ്ങ് കുറച്ചാവുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റിൽ വളരെ കുറച്ചേ കാണത്തുള്ളൂ ഇത്. ഇനി നമുക്ക് ചുക്കുപൊടിയല്ല, അതിന് മുന്നായിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ഇടാം. അപ്പോൾ ഏലക്ക ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. നമുക്ക് വേറെ പഞ്ചസാരയോ മധുരമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ശർക്കരയാണ് ഇതിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ. നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. ഇനി നമുക്ക് ഒരു ചുക്കുപൊടിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടി വരും. ചുക്കുപൊടി ഇടുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ വയറിനൊക്കെ ഈ ചക്ക കഴിക്കുന്നതിലൂടെയുള്ള ദഹനക്കേടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചുക്കുപൊടി കഴിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് ചുക്കുപൊടി ഇട്ടാൽ മതിയാവും. ഇതാ കണ്ടില്ലേ, നമ്മുടെ അത്ര ഉണ്ടായിരുന്ന ചക്കയാണ് ഇപ്പൊ ഈ പരുവത്തിലായത്. ചുക്കുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കിക്കോ. അവിടെ ഇവിടെ ആയിട്ട് ചുക്കിന്റെ ടേസ്റ്റ് വരണ്ട, എല്ലായിടത്തും ഒരുപോലെ ആവണം. നമ്മൾ ഇളക്കും തോറും നമ്മുടെ തീ കൊടുത്തു വരുമ്പോഴത്തേക്ക് ഇത് കണ്ടൻസ് കുറഞ്ഞ് വരുന്നു. നമ്മളെ ഞെട്ടിക്കുന്നതായിട്ട് കാണും. ഇതിൻ്റെ വേവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് പിന്നെ ഇങ്ങനെ
അടിയിലൊന്നും പിടിക്കത്തില്ല. ഇങ്ങനെ ഉരുണ്ട് നമ്മുടെ ഉരുളിക്കകത്ത് അങ്ങ് നടന്നോളും. നമ്മൾ ഇളക്കി അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതിയാവും. പക്ഷേ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും. നമുക്കൊരു സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങും ഈ പരുവം ആവുമ്പോഴത്തേക്കും. കണ്ടില്ലേ? ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണിത് കറക്റ്റ് പരുവായോ എന്നുള്ളത് നോക്കുന്നതെന്ന്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കുറെ ഇളക്കി കഴിയുമ്പോൾ ഒരാളെ കൊണ്ടൊന്നും പറ്റില്ല. നിങ്ങൾ എന്തായാലും കൂടെ ആരെങ്കിലും 1-2 പേരെ വിളിച്ച് നിർത്തിയിട്ട് മാത്രം ഇളക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കഴിക്കും. അപ്പം ഇതാണിതിൻ്റെ പരുവം. കണ്ടില്ലേ? നമ്മൾ ആ തവി വെച്ചിട്ട് ഇങ്ങനെ തൂത്തുടനെ അത് തവിയിൽ ഒട്ടാതിരിക്കുന്നു. കണ്ടില്ലേ? വാഴയില വെച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 2 പാത്രം എടുത്തു. അതിനകത്തേക്ക് നെയ്യൊക്കെ തൂത്ത് വെച്ചിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ഹൽവ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് അങ്ങോട്ട് തൂത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോളൂ, അറിയാൻ വയ്യാത്തവർ കണ്ടോളൂ, അറിയാവുന്നവരും കണ്ടോളൂ. എന്നിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻസിലും ഇടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല സൂപ്പർ ഹൽവയായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പുറമെ അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ആർക്കും അതൊന്നും വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ ആരും ഇട്ട് കൊടുത്തില്ല. അത് നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.